ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവരും സേഫായിട്ടും സന്തോഷമായിട്ടും വീട്ടിൽ തന്നെ ഇരിക്കാമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഇതൊരു സോയ ചങ്ക്സിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇതിനായിട്ടൊരു 2.5 കപ്പ് സോയ ചങ്ക്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഏകദേശം 100 ഗ്രാം വരും. ഇത് നന്നായി തിളച്ച വെള്ളത്തിൽ ഒരു 15 മിനിറ്റോളം സോക്ക് ചെയ്ത് വെക്കാം. ഒന്നുകിൽ ഇതുപോലെ 15 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ പെട്ടെന്നായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 മിനിറ്റ് ഇത് തിളപ്പിച്ചെടുത്താലും മതിയാവും. ഇത് 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് സോഫ്റ്റായിട്ടും അതുപോലെ തന്നെ വലുതായും വന്നിട്ടുണ്ട്. ഇനി ഈ ചൂടുവെള്ളം മാറ്റിയിട്ട് 2-3 പ്രാവശ്യം തണുത്ത വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇതുപോലെ കൈവച്ച് തന്നെ പിഴിഞ്ഞ് മാക്സിമം ഇതിനകത്തെ വാട്ടർ കണ്ടൻ്റ് എല്ലാം മാറ്റിയെടുക്കണം. ഇത് കുറച്ച് വലുതായതിനാൽ ഞാനിത് ഓരോന്നും 2ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചെറുതാണെങ്കിൽ ഇത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ആ വലിപ്പം തന്നെ മതി. ഞാനിപ്പോൾ ഇത് ഇവിടെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് വേവിക്കണം. അതിനായിട്ട് ആവശ്യത്തിന് ഉപ്പും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ചെറിയൊരു കഷ്ണം സവാള അരിഞ്ഞത് കൂടി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 സ്പൂൺ മതിയാവും. പിന്നെ 1-2 പച്ചമുളക് കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അര കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഇത് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇവിടെ എല്ലാം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഈ പാനിൽ തന്നെയാണ് ഞാനിത് വഴറ്റാൻ എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് നന്നായി തന്നെ പൊട്ടി വരട്ടെ. കടുക് പൊട്ടി കഴിയുമ്പോൾ ഞാനൊരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 5 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, അത്രയും തന്നെ ഗരം മസാലയും, പിന്നെ ഒരു 3/4 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കൊരു തക്കാളി നന്നായി ചെറുതായി ചോപ്പ് ചെയ്തത് കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് കുറച്ച് സമയം വേവിച്ചെടുക്കാം. തക്കാളി എല്ലാം തന്നെ നന്നായി വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സോയ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം.
അപ്പോൾ ഇതാ നമ്മുടെ സ്പെഷ്യൽ സോയ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ.